ബ്രെഡും പാലും പഞ്ചസാരയും ഒക്കെ കയ്യിലുണ്ടോ? എങ്കിൽ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനിയിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഞ്ഞി പഞ്ഞി പോലുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇന്നത്തേത്. അപ്പൊ ദാ അതിനായിട്ട് ഒരു 5 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതാ ഇതുപോലെ ഒന്നുങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് മാറ്റി ഒന്നിങ്ങ് ചൂടാക്കി കൂടി എടുക്കാം ട്ടോ. നമ്മുടെ ബ്രെഡിന്റെ പച്ചമണം ഒന്നങ്ങ് മാറി ആ നനവൊക്കെ പോയി ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാ ഇതുപോലെ. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ കാരമലൈസ് ചെയ്തെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ദാ ഈ ഒരു പരുവം കറക്റ്റ് ആണ്. ഈ സമയം ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് പാലും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്നും കൂടെ യോജിപ്പിച്ച് ശരിക്കും മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി മിസ് ചെയ്യരുത് കേട്ടോ. പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വന്ന് കൊടുക്കുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ശരിക്കും ഒന്നിങ്ങ് കട്ടിയായിട്ട് വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നെയ്യ് പറ്റിയ മറ്റൊരു ട്രേയിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്ത് നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്ടോ.